കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. ഊണിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട്. 3 വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 4 ഉരുളക്കിഴങ്ങ് എടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അല്പം വലിയ ചെമ്മീനാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, 5-6 അല്ലി ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങും ചെമ്മീനൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ വറുത്തരച്ചാണ് ഈ കറി വെക്കുന്നത്. അപ്പൊ തന്നെ ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, ഈ ഒരു കഷ്ണം പുളിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു മുറി തേങ്ങ ചേർക്കാം. തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തേങ്ങ എളുപ്പം കരിഞ്ഞു പോകും. ഇതൊന്ന് ചെറിയ തീ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഇത്ര മതി. പെരിഞ്ജീരകം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്താൽ മതിയാവും. തീ കുറച്ച് വേണം വെക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് മൂത്ത് തോന്നിട്ടുണ്ട്. അതായത് അതിൻ്റെ ബ്രൗൺ കളർ വന്നിട്ടില്ല, പക്ഷെ തേങ്ങ നന്നായിട്ട് കളർ വ്യത്യാസം വന്ന് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഈ പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. പൊടികളുടെ എല്ലാം ഒരു റോസ് സ്മെല്ല് മാറട്ടെ. ഇതിലേക്ക് ഞാൻ 1 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അരക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ. കരിഞ്ഞു പോകാതെ നോക്കണം, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഇത് വീണ്ടും ഒരു 3-4 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഈ ചൂടിൽ കുറച്ചും കൂടി ഇതൊന്ന് മൂത്ത് വരും. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വറുത്തിട്ടുള്ള തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ആദ്യം ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് നന്നായി അരച്ചതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. മൊത്തം ആദ്യം കുറച്ച് വെള്ളം ചേർത്തു, അങ്ങനെ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് മൊത്തം 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക്, ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് നെടുകെ കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം കുടംപുളി അതും ചേർത്തിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ഇത് രണ്ടും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തീ കൂട്ടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതൊരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതാ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം ചെറിയ തീയിൽ നിന്നൊന്ന് വേവട്ടെ. നമ്മുടെ ചെമ്മീനും ഉരുളക്കിഴങ്ങും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കറി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കൈ കൊണ്ട് തൊടുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ ചെമ്മീനും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിയൊന്ന് താളിച്ചൊഴിക്കാം.
അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ കടുക് അല്ല താളിച്ചൊഴിക്കണ ഉള്ളി, ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് താളിച്ചൊഴിക്കേണ്ടത്. ഞാൻ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് ചുവന്നുള്ളിയാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത ചുവന്നുള്ളി, ഒരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കണം. ചുവന്നുള്ളിയുടെ കൂടെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഉരുളക്കിഴങ്ങും ചെമ്മീനും വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിനൊക്കെ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്